ഹലോ ഗായ്സ്, എല്ലാവർക്കും ഗെയിംസ് റെക്സ്പ്രോൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ ട്രിപ്പ് പോകുന്നു. അപ്പോൾ നമ്മളെ ബോക്സും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഇപ്പോൾ ആദ്യത്തെ ട്രിപ്പാണ്. ഇന്നലെ നമ്മൾ പാട്ട് വെച്ചപ്പോൾ ഒരു പകർച്ച ഉണ്ടായിരുന്നില്ലേ വണ്ടിക്ക്. അത് സൗണ്ടിൻ്റെ ഇങ്ങനെ വോളിയത്തിൻ്റെ എന്തോ പ്രശ്നമായിരുന്നു. അത് ഞാനിപ്പോൾ ശരിയാക്കി ഇട്ടിട്ടുണ്ട്. ആൾക്കാരൊക്കെ എന്നെ ചീത്ത പറഞ്ഞു, ഇതെന്തെങ്ങനെ സൗണ്ട് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മളതൊക്കെ ശരിയാക്കിയിട്ട് ഇവിടുന്ന് അവിടെ ആയിട്ടാണ് നമ്മുടെ പാസഞ്ചേഴ്സ് നിൽക്കുന്നത്. വണ്ടി അവിടെ കൊണ്ടിട്ടതാണ്. വണ്ടി ജസ്റ്റ് ഒന്ന് പ്രഷർ വാഷർ വെച്ചൊന്ന് കഴുകി കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് ഇന്നലെ തന്നെ. ഇവിടെ തന്നെയാണ് നമ്മുടെ പാസഞ്ചേഴ്സ് ഉള്ളത്. അപ്പോൾ അവരിവിടേക്ക് വന്നു. ഇതിൻ്റെ ഉള്ളിൽ കൂടെ വണ്ടി കടത്താനാണ് ഒരു ചെറിയ പാട്. കാരണം ഇത് വലിയ വണ്ടിയിലേക്ക് കണ്ട ചെറിയ ഹോളാണ്, ഇങ്ങനെ രണ്ട് തൂണിങ്ങനെ നിൽക്കണം. അതിൻ്റെ ഉള്ളിൽ കൂടി വണ്ടി കയറ്റാന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്. ഇടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാശ് അതോടെ പോയി. അപ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ വേണം നമ്മൾ വണ്ടി ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ റിവേഴ്സും ബാക്കൊക്കെ എടുത്ത് കയറ്റണം. പതുക്കെ നമുക്ക് കിളിയില്ലേ, നമുക്കൊരു കിളീനെ വെക്കണം കൂട്ടിന്. സംസാരിച്ചിട്ടുണ്ട്. രാത്രി ഡ്രൈവ് ചെയ്യുമ്പോൾ ഒറ്റയ്ക്ക് ഞാൻ പോയിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് ആരെങ്കിലൊക്കെ ഇങ്ങനെ നിൽക്കണം. ഇങ്ങനെ ലൈൻ ബസ്സിലൊക്കെ കണ്ടക്ടർ പോലെ നിൽക്കില്ലേ, അതേപോലെ ആരെങ്കിലൊക്കെ നമുക്ക് വെക്കണം. നമ്മളെല്ലാം ഒറ്റയ്ക്കായാലേ ശരിയാവത്തില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ പാസഞ്ചേഴ്സ് ഗൈസ്. ഇത്രയും പാസഞ്ചേഴ്സ് ഇതിൽ കയറും. അത്രയും പാസഞ്ചർ കൊള്ളാവുന്നൊരു വണ്ടിയാണിത്. അപ്പോൾ എന്തായാലും ഇവരൊക്കെ കയറ്റിയിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ ഇവരൊക്കെ കയറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് പാട്ടിടാം ഗൈസ്. ഓക്കെ, നമ്മൾ പിള്ളേർക്ക് പാട്ടിട്ട് കൊടുക്കണ്ടേത് ബേബി ബേബി മഹാപാബി ബേബി അങ്ങനത്തെ ഇടയ്ക്കൊരു പാട്ടാണ് കേൾക്കുന്നത്. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ പെൺഡ്രൈവാണ്. ബ്ലൂടൂത്ത് വഴി നമുക്ക് കേൾക്കാം. അതിനെന്തൊക്കെയോ ചെയ്യണം എനിക്കറിയത്തില്ല. ഇപ്പോൾ ആദ്യമൊക്കെ നമ്മൾ ബസ് എടുക്കണം, അതിന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം ആദ്യമായിട്ടാണ്. അതുകൊണ്ട് എനിക്കിതിനെ വലിയതായിട്ട് അറിയത്തില്ല. എൻ്റെ ഫ്രണ്ടിൻ്റെ സ്കൂളിൽ നിന്നാണ് ട്രിപ്പ് വരുന്നത്. അപ്പം പെൺഡ്രൈവ് ഇട്ടിട്ടുണ്ട് പിള്ളേർക്ക് ആവശ്യമായിട്ടുള്ള പാട്ടുകൾ. എന്തിട്ടൊക്കെ പാട്ടിട്ടേക്കണത് എനിക്കൊരു ഐഡിയ ഇല്ല. അവൻ്റെ പെൺഡ്രൈവ് എൻ്റെ ആംബിഷൻ. അങ്ങനെ നല്ല മഴ ഇവിടെ പെയ്യുന്നുണ്ട്. നമ്മുടെ വണ്ടിയിൽ നമുക്ക് ഹോണും കാര്യങ്ങളൊക്കെ വെക്കണം. പുതിയ ഹോൺ അതൊക്കെ വെക്കണം നമ്മുടെ വണ്ടിയിൽ. ഇപ്പോൾ കുറച്ച് പണികൾ വേറെ ഉണ്ട്. നമ്മുടെ ചെറിയ ചെറിയ പണികൾ ഇതിന് വെക്കണം. ഇപ്പോൾ നമ്മുടെ ഇനി നമുക്ക് നെയിം ബോർഡ് സെറ്റ് ചെയ്യണം. നെയിം ബോർഡ് നമ്മൾ ലൈറ്റൊന്നും വെച്ചിട്ടില്ല, കാരണം പുതിയതിറക്കിയ വണ്ടിയാണ്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ലൈറ്റും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ ലൈറ്റിങ്ങിൻ്റെ കുറച്ച് വർക്ക് ഹോണിൻ്റെ 3 ഹോണാണ് നമുക്കിത് ടോട്ടല് ഫിറ്റ് ചെയ്യാൻ പറ്റാം. അതുകൊണ്ട് 3 ഹോൺ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. അതിന് കൂടുതൽ വെക്കാൻ പറ്റില്ല. ചില ബസ്സിന് 4 ഹോണൊക്കെ വെക്കാൻ പറ്റുമോ എനിക്ക് തോന്നുന്നു, അറിയില്ല. ഞാൻ PBS മാത്രമേ ഓടിച്ചുള്ളൂ. എന്തായാലും നമ്മുടെ ബസ്സിൽ മഴയത്തൊക്കെ പോയിട്ട് തിരിച്ചെത്തുമ്പോൾ നല്ല മഴ വരും. നല്ല മഴ വെച്ചാൽ കിട്ടിക്കാച്ച് മഴ കിട്ടും. കാരണം ഇപ്പോൾ നല്ലോണം മഴ പെയ്യണ സമയമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് മഴ കിട്ടും. അപ്പോൾ നമുക്കറിയാമല്ലോ ചെളിയും കാര്യങ്ങളൊക്കെ പിടിക്കും. അവിടെ എത്തിയിട്ട് ഒന്നും കൂടി നമുക്കൊന്ന് വണ്ടി കാശേണ്ടി വരും. നാളെ വേറെ ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഓരോ ട്രിപ്പ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം ഇനി അവിടം വരെ പോകണം നമുക്ക്. ഇപ്പം ഏതാ ഡ്രൈവ് ടു സോളോ അങ്ങനെ എന്തോ പറയേണ്ട സ്ഥലമാണ്. കുറച്ചേരം ഞാനും കൂടി ചില്ലടിക്കട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ കഴിച്ച് നമ്മൾ പിള്ളേർക്ക് റണ്ണറപ്പ് സോങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിള്ളേർ അങ്ങനെ കളിക്കട്ടെ. പിന്നെ ഞാൻ വീഡിയോ എടുത്ത് പിന്നെ മറന്നു പോയി ഗൈസ്. വീഡിയോ എടുത്തിട്ടല്ല, നമ്മളിങ്ങനെ ചില്ലടിച്ച് വീഡിയോ എടുക്കാൻ മറന്നു പോയി. അതുകൊണ്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ വീഡിയോയിൽ കട്ടായിട്ടുണ്ട്. കാരണം ഞാൻ അവരുടെ ചില്ലിച്ച് ഞാൻ ലാസ്റ്റ് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോഴൊന്നും ചെയ്യാൻ പറ്റില്ല, വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അത് ഞാൻ മറന്നുപോയി. അല്ലാണ്ട് വേറെ എന്ത് പറയാനാ. അല്ലാതെ സോറി. പിന്നെ നമ്മൾ ഇപ്പോൾ എവിടെയും കൂടെ പാസഞ്ചേഴ്സിൻ്റെ എവിടെയും കൂടെ എത്തിയിട്ടുണ്ട്. കുറച്ചും കൂടെ ഡ്രൈവ് സോള കഴിഞ്ഞു. ഇതേതാ പേര് നോക്കാൻ പറ്റുന്നുണ്ട്. എന്തോ മാപ്പ് ഹാങ് ആയി ഗൈസ്. ആ സിസ്റ്റം ഇത് പഴയ സെക്കൻഡ് ഹാൻഡ് എടുത്തതല്ലേ നമ്മൾ. അപ്പോൾ ഇത് സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്, ഞാൻ പറയാൻ പറഞ്ഞു പോയിട്ടാ. സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്. നമ്മൾ
വണ്ടി എടുത്തേക്കണത് ഇവിടുന്ന് നമ്മുടെ ലൂഫിയോ എന്ന് പറയണ ഒരു ആളുടെ നിന്നാണ്. ലൂഫിയോ അവരുടെയാണ് നമ്മൾ ഈ വണ്ടി എടുത്തേക്കണേ. അത് സെക്കൻഡ് ഹാൻഡ് അല്ല. അപ്പം ഞാൻ ഏത് സിസ്റ്റം കാര്യങ്ങളൊന്നും മാറ്റിയിട്ടില്ല. പേരടിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇനി നമുക്ക് എന്തായാലും പെട്രോൾ ഓടിച്ചിരിക്കണം. ഓക്കെ, പിന്നെ പിള്ളേർക്ക് ടോയ്ലറ്റ് പോകണമെങ്കിൽ ടോയ്ലറ്റ് പോകാം. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് സൈഡിൽ നിർത്തിക്കൊണ്ട് അവർക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ ടോയ്ലറ്റ് പോകണമെങ്കിൽ ടോയ്ലറ്റിൽ പോകാം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ എന്തായാലും ഇവിടെ വണ്ടി അവർക്ക് പാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോഴും നല്ല മഴയാണ് ഗൈസ്, കട്ട മഴയാണ് ഇവിടെ. മഴ എന്ന് പറഞ്ഞാൽ അന്യം മഴ, ഫുള്ള് മഴ. ഈ മഴ എപ്പോഴാണ് നിൽക്കണമെന്ന് ഞാൻ കൊതിക്കില്ലേ. പണ്ടൊക്കെ നമുക്ക് മഴയത്ത് കളിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം മഴ നിൽക്കണമെന്ന്. ഈ വണ്ടിയെ ഭയങ്കര ഹൈറ്റായ കാരണേ എനിക്കങ്ങനെ ഓടിച്ച് പരിചയമില്ല. ഈ വണ്ടി ലൈസൻസ് എടുക്കാൻ വേണ്ടി ഒന്ന് ഓടിച്ചു, പിന്നെ ഓടിച്ചിട്ട് പിന്നെ ഇപ്പോഴാണ് ഓടിക്കണേ. പിന്നെ ഡ്രൈവറിനെ കുറച്ച് ഡ്രൈവർമാരെ നിർത്തണം, കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡ്രൈവർ ഇപ്പോൾ എവിടെ നിങ്ങൾക്ക് വല്ല പരിചയത്തിൽ ഡ്രൈവർമാരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ എന്തായാലും പിള്ളേർക്ക് വഴിക്കും കാര്യങ്ങളൊക്കെ പോയെന്ന് പറഞ്ഞു. നമ്മൾ തിരിച്ച് നമ്മൾ ഡ്രൈവ് ടു സോളോ കഴിഞ്ഞിട്ടില്ലേ ഗൈസ്? ഡ്രൈവ് ടു സോളോ കഴിഞ്ഞിട്ടില്ല, ഇനി കുറച്ചും കൂടി ഉണ്ട്. നേരത്തെ റെഡിയായി ഡ്രൈവ് ടു സോളോയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് അങ്ങനെ. പക്ഷെ ഇവിടുത്തെ മഴയാണൊരു എനിക്കെന്തോ കണ്ണൊക്കെ ഉണ്ടോ പോയ മഴയത്ത് വണ്ടി അങ്ങോട്ടും പോയി തട്ടു, അങ്ങനത്തെ കുറേ പേടികൾ. രാത്രി നേരത്ത് ഈ മഴയും കൂടി കഴിഞ്ഞാൽ രസമാണ്. പക്ഷെ എനിക്കൊരു കാറ് പോകുമ്പോൾ രസം, കാറ് ബൈക്ക് ബസ് മറ്റൊരു രസമാണ്. ഈ വണ്ടിക്ക് നല്ല വീതിയില്ല, അതുകൊണ്ട് കാറൊക്കെ ആണെങ്കിൽ കുറച്ചിലാണോ, ഈ വണ്ടിക്കൊക്കെ നല്ല വീതിയുണ്ട്. ഈ കുഞ്ഞ കാറുകളുടെ ബൈക്കുകളെ പോലെ ബൈക്കാണെങ്കിൽ ഏത് കൂടെ വേണമെങ്കിൽ കയറ്റി കൊണ്ടുപോകാം. ഏത് കുണ്ടും കുഴിയും വഴി ചെറുവഴി, ഏത് വലിയ വഴി ചെറിയ വഴി ആയാലും ബസ്സിൻ്റെ പോലെ അല്ല ബൈക്ക് ഏത് ഞാൻ പറഞ്ഞ പോലെ ഏത് കുണ്ടും കുഴിയും എല്ലാം കയറിപ്പോവും ബൈക്ക്. പക്ഷെ ബസ് അങ്ങനെയല്ല. ബസ് നമ്മൾ വലിയ വഴിക്കൂടെ, അങ്ങനത്തെ വലിയ വഴിക്കൂടെ ബസ് പോകണം. കുണ്ട് കുഴിയൊക്കെ ആണെങ്കിൽ അങ്ങനെ അറിയില്ല, അങ്ങനെ അധികം അറിയില്ല ബസ്സിൽ കുണ്ടും കുഴിയൊക്കെ ചാടുന്നത്. പിന്നെ നമ്മളെ ചെറിയ റോഡിൽ കൂടെ ഒന്നും ഈ ബസ് പോകാൻ പറ്റില്ലല്ലോ, അപ്പുറത്ത് വരുന്ന വണ്ടികൾ ബ്ലോക്കാവും. ഈ ബസ് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. ഇതെവിടെയും തട്ടോ, കാശ് നമ്മുടെ കേസ് പോകണേ, അതിൻ്റെ ഒരു ചെറിയ പേടി, വേറെ ഒന്നല്ല. എന്തായാലും എപ്പോഴും മഴ വന്നിട്ടില്ല ഇവിടുത്തെ ഡ്രൈവ് ടു സോളോത്തെ മഴയൊക്കെ കണ്ട് ഇടിയും വെട്ടുണ്ട്. എന്താ ചെയ്യുക, ഫുള്ള് മഴയും ഇതൊക്കെ. ഇവിടെ ടേണിങ് തന്നെ പിള്ളേരൊക്കെ ബാക്കിൽ ചില്ലടിച്ച്. അതാ പറഞ്ഞ നേരത്തെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അതെനിക്ക് ചെറുതായിട്ട് മടിയുണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്, എന്നാൽ എടുക്കണമെന്നുണ്ട്. പിള്ളേരപ്പം ചില്ലടിക്കണമെന്നുണ്ട്. എന്താ ചെയ്യുക, എല്ലാം കൂടി നടക്കണ്ടേ. ഞാൻ ഒറ്റ ഒരാളല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ മാറി മാറി വീഡിയോ എടുക്കാം. എന്തായാലും കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ. ഓക്കെ, കാരണം എനിക്ക് ഇവരോട് ചില്ലടിക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം കൂടി ചില്ലടിച്ച് അവരെ കൂടെ ചില്ലടിച്ചിട്ട് നമുക്ക് കാണാം. ഓക്കെ ഞാൻ പിള്ളേരെ കൂടെ അത്ര നേരം ചില്ലടിച്ചില്ല, കുറച്ച് നേരം ഞാനിരുന്ന് ചില്ലടിച്ചോളാം. നേരത്തെ വരെ ഞാൻ വീട്ടിലെടുക്കാൻ മറന്നൊന്നുമില്ല, വീഡിയോക്കെ എടുക്കുന്നുണ്ട്. അതിൻ്റെ കുട്ടി കുട്ടി ഷോർട്സും റീൽസും സിനിമാറ്റിക്സ് വീഡിയോസും എല്ലാം നമ്മുടെ യൂട്യൂബ് ചാനലിലും വരും. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും കൂടി നിങ്ങളുടെ ഫോളോ ചെയ്ത് വെച്ചോ. Steve213 ആണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ID. അപ്പോൾ എല്ലാവരും Steve213 ഒന്ന് ഫോളോയും കൂടി ചെയ്ത് വെച്ചോ. അപ്പോൾ ഇതുപോലത്തെ കിട്ടിക്കാച്ച് വീഡിയോസ് വരുന്നത് നിങ്ങൾക്ക് അതിൽ അറിയാൻ പറ്റും. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഗെയിംസർ എക്സ്പോ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് വെക്കണം. ഇന്നലത്തെ നമ്മുടെ സൗണ്ട് ബോക്സ് കയറ്റിയ വീഡിയോ കാണാത്തവർ നമ്മുടെ യൂട്യൂബ് ചാനൽ കയറിയിട്ട് ആ വീഡിയോകൾ കൊണ്ട് കണ്ടിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തോളൂ. നമ്മൾ റോഡ് ടു 10K ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്തോ പാസഞ്ചർ അതില്ലേ, അവിടെ ഇങ്ങോട്ടാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇനി കുറച്ച് നേരം കൂടെയുള്ള നമ്മുടെ ട്രിപ്പ് കഴിയാൻ വേണ്ടിയിട്ട്. നല്ല ലെങ്തി ആയിരുന്നു നമ്മുടെ ട്രിപ്പ്. നിങ്ങൾക്ക് ബോറടിച്ചിട്ടുണ്ടെങ്കിൽ നീക്കാം നമ്മുടെ വീഡിയോ. എവിടെയായാലും നമുക്ക് നിങ്ങൾ നീക്കിക്കോ, പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തോളൂ.
അത് നിങ്ങളുടെ ഒന്നും നഷ്ടപ്പെടാനില്ലല്ലോ. അപ്പോൾ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബറൊക്കെ ചെയ്ത് വയ്ക്കാം. ഓക്കെ, എന്തായാലും കണ്ട ഇപ്പം ഇടിക്കാൻ പോയതാണ്. ഞാൻ വെട്ടിച്ച് മാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ ഇരിക്കാണ്ട് പോയത്. നമുക്ക് നാളെ ഒരു ട്രിപ്പ് ഉണ്ട്. ആ ട്രിപ്പ് രാത്രിയാണെന്ന് തോന്നുന്നുണ്ട്, അറിയില്ല, ഒന്നും കൂടി നോക്കേണ്ടി വരും. അതും ഇതേപോലെ കുറച്ച് ലെങ്തിയായിട്ടാണ് ട്രിപ്പാണ്. ഇത് കോളേജ് പിള്ളേരാണ്, കോളേജിൽ നിന്നുള്ള ടൂറാണ്. ഇപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ ടൂറ് പോകണ ഓരോ മന്ത്സായി തുടങ്ങിയില്ലേ. ചിലപ്പോൾ ജനുവരി ആവാം. ഇത് ജനുവരിയിലും ടൂറ് കിട്ടും. കാരണം ഇപ്പം ഇറങ്ങിയിട്ടുള്ള നമ്മുടെ ബസ് അപ്പോൾ നല്ല കത്തി രീതിയിൽ നമുക്ക് ഓരോ ടൂറും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതിനുള്ള ക്ഷാമം ഉണ്ടാവില്ല. നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ടൂറും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. ഇനി കുറച്ചും കൂടി വണ്ടിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇനി നമുക്ക് കുറേ ട്രിപ്പുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ബസ് എനിക്കതാണ് ഇഷ്ടപ്പെട്ടു. കാരണം ഇങ്ങനെ കംഫർട്ടും കാര്യങ്ങളും നമ്മൾ ഇതിലത്തെ സീറ്റ് മാറ്റിയിട്ട് ബെൽറ്റിൻ്റെ സീറ്റാണ് വെച്ചിരിക്കുന്നത്. എയർ സീറ്റ് അങ്ങനെ എന്തോ പറയും. നമ്മളിത് വണ്ടി വല്ല കുഴിയിലേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റില്ല. അമ്മാതിരി സീറ്റാണിത്. എയർ എന്തോ പേരുണ്ടായിരുന്നു, അതൊന്ന് കണ്ടുപിടിച്ചിട്ട് നമുക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം നമ്മളെ ടൂറ് കഴിയുന്നിടത്തേക്ക് എത്തും. എന്നിട്ട് എനിക്കൊന്ന് പോയി കുളിക്കണം, ഫ്രഷ് ആവണം, കിടന്നുറങ്ങണം, വണ്ടി പിറ്റേ ദിവസം കഴുകണം, കണ്ട് പിന്നെയും ടൂറ് പോകണം. എന്തൊക്കെയാണ് ഇനി അങ്ങോട്ട് ടൂറ് ഞാൻ റെസ്റ്റ് ചെയ്യുക. ചില സമയത്ത് ഞാൻ വീടില്ല കേട്ടോ ഗൈസ്. ഞാൻ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ആ ദിവസങ്ങളൊന്നും ഞാൻ വീട് ഇടില്ല. കാരണം എനിക്ക് സ്കൂളുണ്ട്, അപ്പോൾ ട്രിപ്പ് എടുക്കാൻ പറ്റില്ല. പിന്നെ ശനി ഞായർ ആ ദിവസങ്ങളിൽ നമുക്ക് ട്രിപ്പ് എടുക്കാൻ പറ്റും. അന്ന് രാത്രി ഒരു 6:30 ആ സമയത്ത് ആകുമ്പോൾ നമ്മൾ വീട് ഇടുന്നതായിരിക്കും. ഓക്കെ, ഇപ്പം എന്തായാലും നമ്മൾ എത്താറായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, എത്താറായി. കുറച്ചും കൂടിയും പോയാൽ മതി. നമ്മളിപ്പോൾ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. വളരെ ആക്സിഡൻ്റ് ഉണ്ടായി. ഇപ്പോഴാണ് നമ്മുടെ സ്ഥലം വരുന്നത്. പിള്ളേർ ഇപ്പം ഇറക്കും. നമ്മുടെ ഫസ്റ്റത്തെ ട്രിപ്പ് ഇവടോടെ കഴിയുന്നതാണ്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ വണ്ടി താഴെ ചെളി പിടിച്ചൊരു വിധാവുന്നു. അപ്പോൾ നമ്മുടെ പിള്ളേരെ ഇറക്കിയിട്ട് നമ്മുടെ വണ്ടിയോടെ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ പാട്ടൊന്ന് ഓഫ് ചെയ്യട്ടെ. ആ പാട്ടൊക്കെ ഓഫ് ചെയ്തതാണ്. നമ്മുടെ വണ്ടീൻ്റെ ഡീറ്റെയിലിൻ്റെ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. കണ്ടോ ഫ്രണ്ട് ഭാഗമൊക്കെ ഞാൻ സ്ട്രിപ്പ് ലൈറ്റ് മൾട്ടി റൗണ്ട് പോലെ സാധനമില്ലേ നമ്മുടെ ടയറിൻ്റെ അവിടുത്തെ, അതിൻ്റെ പേരെന്തോ പറയും, എനിക്കങ്ങനെ അറിയില്ല. ബസ്സിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കങ്ങനെ അറിയില്ല. പഠിച്ച് ഓരോന്ന് വരണോളം. അപ്പോൾ പിന്നെ എനിക്ക് ഫ്രണ്ടിൽ റിംഗ് ലൈറ്റ് വെക്കണമെന്നുണ്ട് ഒരെണ്ണം, അതും കൂടി വെക്കണം. പിന്നെ സൈഡിൽ വിൻഡോൻ്റെ അവിടെയൊക്കെ ലൈറ്റ് കൊടുക്കണം. ബാക്കൊക്കെ ഉണ്ടാക്കുക ചെളി പിടിച്ചു. ഇങ്ങനെ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ചെയ്യും, നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്തോളൂ. റോഡ് ടു 10K ആയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്തോളൂ. അപ്പോൾ ഓക്കെ, ബൈ.